എല്ലാവർക്കും നമസ്കാരം. ഐഡന്റിറ്റി എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ സിനിമയുടെ എല്ലാ മേഖലയും നമുക്ക് സംസാരിക്കണം. കാരണം ഇതിൻ്റെ പ്രൊഡ്യൂസറോട്ട് പറഞ്ഞു തുടങ്ങണം. പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് രാജു മലിയത്ത് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് പ്രൊഡ്യൂസ്ഡ് മൂവി എന്ന് പറയുന്നത് ഭ്രമരമാണ്. അപ്പം ആ സമയത്ത് ആ ഒരു സിനിമയ്ക്ക് കൈ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പം അദ്ദേഹത്തിൽ നിന്നുമാണ് ഈ ഒരു സിനിമ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അതിൻ്റെ കൂടെ തന്നെയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസിലെ കുറച്ച് ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. ഇനി ഇതിൻ്റെ സിനിമറ്റോഗ്രഫിയും അതുപോലെ തന്നെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിട്ടുള്ളത് നമ്മുടെ കളയിലെ അതേ ടീം തന്നെയാണ്. നമ്മുടെ ചമൻ ചാക്കോയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. അഖിൽ ജോർജ് ആണ് ഇതിൻ്റെ സിനിമറ്റോഗ്രഫി കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ വന്നിട്ടുള്ളത് അഖിൽ പോൾ മനസ്കാനുമാണ്. ഇവരാണ് ഫോറൻസിക്കും ചെയ്തിട്ടുള്ളത്. ഇവർ തന്നെയായിരുന്നു. ഇവരിൽ അഖിൽ ജോർജ് ആയിരുന്നു നമ്മുടെ 7th ഡേയുടെ സ്ക്രീൻ പ്ലേ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ 7th ഡേ വേറെ ആൾക്കാരാണ് ഡയറക്റ്റ് ചെയ്തത്. ശ്യാംദാർ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ്. പക്ഷേ അതിൻ്റെ പൃഥ്വിരാജിൻ്റെ ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. സോ കമ്മിങ് ബാക്ക് ടു ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു റിവ്യൂവിൽ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു കോമഡി ഒന്നും പ്രതീക്ഷിക്കേണ്ട. ആൻഡ് വന്ന് ചിരിക്കണം എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് കമൻറ്റിൽ. അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണം. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു റിവ്യൂ ആയിരിക്കും. ഐഡൻറ്റിറ്റിയിലോട്ട് വരുമ്പോൾ ഈ സിനിമ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇറയിൽ തന്നെയാണ് നടക്കുന്നത്. ആൻഡ് ഈ സിനിമ കുറച്ച് കൺഫ്യൂസീവ് ആയിട്ടാണ് പോകുന്നത്. അതായത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടാണ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ അവർ എഴുതി വെച്ചിട്ടുള്ളത്. ആൻഡ് സ്ക്രീൻ പ്ലേയിൽ കുറേയധികം ലൂസ് എൻഡ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറയാം. അതിന് മുമ്പ് ഇതിൻ്റെ കാസ്റ്റിനെ കുറിച്ച് പറയണം. തൃഷയെക്കുറിച്ചാണ് ആദ്യം തന്നെ പറയാനുള്ളത്. തൃഷയ്ക്ക് കിട്ടിയിട്ടുള്ളൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ച് ഔട്ട്സൈഡർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ആ ഒരു പ്രിമൈസിൽ നിന്നും. എന്നാലും പുള്ളിക്കാരുടെ റോള് വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ബട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോയിരുന്നു. കുറച്ചും കൂടെ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരാൾ, അതായത് നമുക്ക് ഭയങ്കരമായിട്ട് അടുപ്പമുള്ള ഒരാൾ എന്ന രീതിയിൽ കാണാൻ പറ്റുന്ന ഒരാളെ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ്സ് എ പാൻ ഇന്ത്യ മൂവി എന്ന രീതിയിലായിരിക്കും അവർ ഇതിനെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കും തൃഷ വന്നിട്ടുള്ളത്. മൂവിങ് ഓൺ ഫ്രം തൃഷ, ഇതിൻ്റെ അകത്ത് നമ്മുടെ ഷമ്മി തിലകനുണ്ട്. ഷമ്മി തിലകൻ ഇതിൻ്റെ അകത്ത് ഒരു പ്രസംഗകൻ്റെ റോളാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം പുള്ളിയാണ് ഈ സിനിമയുടെ ബാക്ക് ബോൺ, അല്ലെങ്കിൽ ഫുൾ ഹിസ്റ്ററി പറയുന്നത്. ഈ സിനിമയ്ക്കകത്ത് ഓരോ ക്യാരക്ടറിൻ്റെയും പിന്നാമ്പുറ കഥകൾ പുള്ളിയാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെ എവിടെയൊക്കെ സംഭവിക്കുന്നു എന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരാളും പുള്ളിയാണ്. എനിക്ക് തോന്നുന്നു 2 സിനിമയുടെ ഒരു റവന്യൂ പുള്ളി വാങ്ങിച്ചിട്ടുണ്ടാകും ഈ ഒരു സിനിമയ്ക്ക് നടന്നു തോന്നുന്നു. അതുപോലെ പുള്ളിക്ക് സ്ക്രീൻ ടൈം ഉണ്ട്. എന്തിനാണ് ഇത്രയും അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നിപ്പോയി. ചില കാര്യങ്ങൾ ചില സീനുകളിൽ ഒതുക്കി തീർക്കേണ്ടതാണ്. പക്ഷേ ഇത് പുള്ളിയെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യിക്കുകയായിരുന്നു പല അവസരങ്ങളിലും. ആൻഡ് ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ കുറിച്ച് പറയുമ്പോൾ വളരെ നീറ്റായിട്ട് അവർ എഴുതിയിരുന്നെങ്കിൽ എന്തൊക്കെ ആലോചിച്ച് പോയിട്ടുണ്ടായിരുന്നു. കുറേയധികം ഹൈ മൊമെൻറ്റ്സ് ഉള്ളൊരു സ്ക്രീൻ പ്ലേ ആണ്. പക്ഷേ അവർ ഈ ഹൈ മൊമെൻറ്റ്സിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധിച്ച് പോയിട്ട് ഇതിൻ്റെ ഒരു കോർ എവിടെയോ നഷ്ടപ്പെട്ടു പോയ പോലെ തോന്നിയിട്ടുണ്ട്. അതായത് ഇത് കുറേ അധികം ട്രിം ചെയ്ത് കുറേ അധികം കൺവിൻസിങ് ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറേ നല്ല മൊമെൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു മൊമെൻറ്റ് കുറേ അധികം ഉണ്ട് ഇതിൻ്റെ അത്. അതുപോലെ കുറേയധികം ആക്ഷൻ സീക്വൻസുകളുണ്ട്. എക്സ്പെഷ്യലി ആ ഒരു കാർ ചേസ് പരിപാടി കിട്ടില്ലനായിരുന്നു. ആൻഡ് ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ഉള്ള പരിപാടികളൊക്കെ നൈസായിരുന്നു. ഒരു സെക്കൻഡ് ഹാഫോട് കൂടി ഒരു ഗിയർ ഷിഫ്റ്റൊക്കെ ഈ ഒരു സിനിമയ്ക്ക് സംഭവിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോയിലാണ് പോകുന്നത്. പക്ഷേ കുറച്ചധികം നല്ല വിഷയം പറഞ്ഞില്ലേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു കഥ എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യമേ ഈ ഒരു കഥ എന്താണെന്ന് നമ്മൾ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു ആൻറ്റി പരിപാടിയായിട്ട് കുറച്ച് പരിപാടികൾ ഇവർ ട്വിസ്റ്റിംഗ് പരിപാടികൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതും ഓക്കെ, വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ഇതിൻ്റെ റൈറ്റേഴ്സിന് ചെറിയ കൈയടികളൊക്കെ കൊടുക്കാം. ബട്ട് ഓവറോൾ നോക്കുമ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് പരിപാടീസിൽ കുറേ പരിപാടികൾ എക്സ്ട്രാ നടത്തിയിരുന്നാൽ മാത്രമേ ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ഞാനത് ഹാഫ് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു സിനിമയിൽ. ടോവിനോയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ടോവിനോയ്ക്ക് ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് അഴിഞ്ഞാടാൻ ഒന്നുമില്ല. ടോവിനോ നമ്മുടെ ARMൽ 3 കഥാപാത്രം ചെയ്ത പോലെ ഇതിൻ്റെ അകത്ത് അങ്ങനെ അത്ര കഥാപാത്രങ്ങളൊന്നുമില്ല. ഇത് പുള്ളി ഫുൾ ടൈം 2 പോക്കറ്റിലും കൈയിട്ട് പുള്ളി സ്റ്റിഫായിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പുള്ളി വന്നിട്ടുള്ളത്. സോ അധികം ഇതിൻ്റെ അകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പുള്ളിക്കില്ല. തൃഷയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ തൃഷ അത് കൈവിട്ട് കളഞ്ഞു. പക്ഷേ ഇതിൻ്റെ അകത്ത് വില്ലൻ പുള്ളി കിഡുവായിട്ട് പുള്ളി റോൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് ക്യാസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വില്ലനായിരിക്കും. പുള്ളി നൈസായിരുന്നു. മന്ദിര ബേഡിയുടെ കുറച്ച് പെർഫോമൻസ് ഉണ്ട്, അതൊക്കെ ഓക്കെയാണ്. ആൻഡ് കണ്ണപ്പ എന്ന് പറഞ്ഞൊരു പുള്ളി ഇതിൻ്റെ അകത്ത് വില്ലനായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ പുള്ളി ഓക്കെയാണ്. ക്യാരക്ടേഴ്സിൽ എനിക്ക് തോന്നുന്നു ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന ഡെപ്ത് എന്ന് പറയുന്നത് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയുടെ ഒരു മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ. അത് ഇതിൻ്റെ അകത്ത് കുറച്ച് കുറഞ്ഞു പോയി. അതിന് പകരം ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ആ ആക്ഷൻ സീക്വൻസുകളും ഹൈ മൊമെൻറ്റ്സിലും മാത്രമായി പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് ഒരു ഫുട്ഫോൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്.
എനിക്ക് ഇതൊരു ആവറേജ് മൂവി ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിൽ പറയണം. ആൻഡ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവാണ്. ജെയ്ക്സ് ബിജോയ് കിട്ടില്ലം പരിപാടിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫൊക്കെ നമ്മൾ കണ്ടിരിക്കാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ജെയ്ക്സ് ബിജോയുടെ ആ ഒരു പമ്പിങ് സാധനമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ പുള്ളി നൈസായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് സിനിമയിൽ കൊണ്ടുപോയിട്ടുള്ളത് പുള്ളി ആ ഒരു വർക്ക് കാരണം തന്നെയാണ്. ബാക്കിയൊക്കെ ആവറേജ് പരിപാടിയിലാണ് ഒതുങ്ങിയിട്ടുള്ളത്. പക്ഷേ ഉറപ്പായിട്ടും തിയേറ്ററിൽ കാണാനുള്ള കുറേയധികം നല്ല പരിപാടികൾ ഈ സാധനങ്ങളുണ്ട്. ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. നമ്മൾ കാണാത്ത കുറേയധികം സീക്വൻസുകൾ ഈ സിനിമയിലുണ്ട്. സാധാരണ മലയാള സിനിമയിൽ പരീക്ഷിക്കാത്ത കുറേയധികം പരിപാടികളുണ്ട്. ആ പരിപാടികൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. അത്ര ബോറ് പരിപാടിയൊന്നും ഇല്ല ഈ സിനിമ. പക്ഷേ ഇത് പേഴ്സണലി വർക്കായിട്ടില്ല, ആവറേജ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ചധികം മെനക്കെട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് രേഖപ്പെടുത്താൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ സിനിമയിലെ സീനുകളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ, ടോവിനോയുടെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുക. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.